നമസ്കാരം. ഡിബേറ്റ് സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം കാറിൽ വന്ന് ഇറങ്ങിയ ആൾക്കാരെ നിങ്ങൾ കണ്ടോ? അവരെവിടേക്കാണ് പോകണമെന്നറിയോ? ഈ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായിട്ട് സർക്കാരിൻ്റെ വക ഒരു 100-400 വീടുകൾ ആ കൽപ്പറ്റ ബൈപ്പാസിന് തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൗണിനോട് ചേർന്ന് തന്നെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി ഒരു പകുതി കഴിയുമ്പോൾ 100-300 വീടുകൾ റെഡിയാവും. അത് ആ ദുരിതബാധിതർക്കായി ഇപ്പോൾ ഈ വാടക വീട്ടിലൊക്കെ കഴിയുന്ന മനുഷ്യർക്ക് അത് സർക്കാർ കൈമാറുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. അപ്പം മുതൽ ഭയങ്കര ജനപ്രവാഹമാണ് അവിടേക്ക്. ഒരുപാട് കുറ്റങ്ങളും ആരോപണങ്ങളും ഒക്കെയാണ് പ്രതിപക്ഷ കക്ഷികൾ, BJP അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത്. ഞങ്ങൾ ഒരുപാട് പണമൊക്കെ ഈ സർക്കാരിന് കൊടുത്തിട്ടും യാതൊന്നും അവിടെ നടക്കുന്നില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം ആ ഒരു ഭൂമി ഏറ്റെടുക്കൽ, കാരണം എവിടെയെങ്കിലും കുറേ വീടുകൾ വെച്ചിട്ട് കാര്യമില്ലല്ലോ. വയനാട് പോലെയുള്ളൊരു പ്രദേശത്ത് ഇനിയും ഒരു അപകട സാധ്യത ഇല്ലാത്തൊരു സ്ഥലം കണ്ടെത്തി അവിടെ ഈ മനുഷ്യരെ, ബാക്കി വന്ന മനുഷ്യരെ, കാരണം നമുക്കറിയാം എത്ര പേരെ ആ ദുരന്തത്തിൽ ഒരു രാത്രിയിൽ രാത്രി പുലർന്നപ്പോഴേക്കും നഷ്ടപ്പെട്ടതെന്നും ഗ്രാമം തന്നെ 2-3 ഗ്രാമം തന്നെ ഒലിച്ചില്ലാതായിപ്പോയതും അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അവിടേക്ക് വലിയ ജനപ്രവാഹമാണത്രേ. എന്താണ് ഈ സർക്കാർ അവിടെ ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് അവിടുത്തെ MLA സിദ്ദിഖ് പോയിട്ട് ഈ നമ്മൾ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ കഥ പറഞ്ഞു, നമ്മുടെ ബഷീറിൻ്റെ കഥയിലെ. കാരണം അത് ഞങ്ങളാണ് കിട്ടുന്നത്, ഇത് ഞങ്ങളുടെയാണ്, ഇത് ഞങ്ങളുടെ വകയാണ്, ഈ 400 വീടിലെ 300 വീടും ഇത് ഞങ്ങളാണ് കെട്ടിക്കൊടുക്കുന്നത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാവായ VD സതീശനും അവിടെ സ്ഥലം MLA ആയ ടി സിദ്ദിഖും ഒക്കെ അവകാശവാദം പറഞ്ഞ് അത് ഒരുപാട് പേര് ട്രോൾ ചെയ്ത വീഡിയോ ആയിരുന്നു. അത് മീഡിയ പേഴ്സണേഴ്സിനെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് 100 വീട് കർണാടക സർക്കാർ, കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെയാണല്ലോ. പിന്നെ ഇനി കൊടുക്കാൻ പോണത്, സ്ഥലം വാങ്ങി കെട്ടാൻ പോണത്, ഇപ്പോൾ അതാ ആന ഇറങ്ങണ കാർഡ് എടുത്തിട്ട് ഇപ്പോൾ സ്ഥലം രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതെന്നാ അതിൻ്റെ വീടാവെന്നറിയില്ല. പാവം കുറേ പേര് ആ പാർട്ടിയിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് ആ പാർട്ടിക്കാരുടെ അനുഭാവികളായ മനുഷ്യർ പറഞ്ഞു, സർക്കാർ എന്നുള്ള 15 ലക്ഷം രൂപ ഇങ്ങോട്ട് തന്നാൽ ഞങ്ങൾ പതുക്കെ പെടുന്നാണ്ട് പൊക്കോളാം, കോൺഗ്രസ്സുകാർ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആ 15 ലക്ഷം രൂപ കിട്ടി എന്നല്ലാതെ വീട് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു നിശ്ചയമൊന്നുമില്ല. അങ്ങനെ അവർ ഈ കോൺഗ്രസ്സുകാരായ എട്ടുകാലി മമ്മൂഞ്ഞുമാർ പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങളുടെയാണ് എന്ന് പറയുന്നുണ്ട്. ഈ കെട്ടിയത്, സർക്കാർ കെട്ടിയതൊക്കെ ഞങ്ങളുടെയാണെന്ന്. പക്ഷേ ഈ 15 ലക്ഷം രൂപ വാങ്ങിപ്പോയ മനുഷ്യർക്കൊക്കെ ഈ വീട് കൊടുക്കുകയോ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ ഒരു പുതിയ കൂട്ടർ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് മറ്റാരുമല്ല കേട്ടോ, നമ്മൾ 10-2000 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് സഹായം തരണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിലിരുന്ന് ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കി അവിടെ വന്നിരുന്ന് വലിയ കാര്യത്തിൽ ഈ പണത്തിൻ്റെ ഒരു കുറവ് കൊണ്ടും ഇവിടെ ഒന്നും നടക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു പോയ മനുഷ്യൻ പിന്നെ എന്താണ് കൊടുത്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചില്ലി കാശ് കൊടുത്തില്ല എന്ന് പറയണു. മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന വിഹിതത്തിൽ നിന്ന് പോലെ എത്രയോ കോടി രൂപ കൊടുത്തു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. അതെന്തായാലും മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായിട്ട് മാത്രം കൊടുത്ത പൈസ അല്ല എന്നാണ് ഈ മാർക്സിസ്റ്റുകാരും അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റൊക്കെ പറയുന്നത്. അതെന്തുമാകട്ടെ, ഇപ്പം ഈ വരുന്ന ആളുടെ ഈ ആരാണെന്ന് അറിയുമോ നിങ്ങൾ? ഇപ്പം കയറി വരുന്നത് അത് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാർട്ടിയുടെ പ്രതിനിധിയാണ്. അത്രയും വയനാട് ജില്ലാ പ്രസിഡൻറ്റ് എന്താണ് പ്രശാന്ത് മലവയൽ എന്ന് പറഞ്ഞ കക്ഷിയാണ്. ഒക്കെ ഒന്ന് നോക്കി സൂപ്പർവൈസ് ചെയ്യാൻ വന്നതാണ്. എന്തായാലും അവരും പറയുമെന്നറിയില്ല ഇത് ഞങ്ങളുടെ വകയാണോ എന്നുള്ളത്. പറയുമായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിനുള്ള ഫണ്ടെല്ലാം കൊടുത്തത്, ആ പൈസ എല്ലാം എടുത്താണ് ഈ പിണറായി സർക്കാർ ഈ വീടൊക്കെ കെട്ടുന്നത് എന്ന് പറയും. എന്ന് മാത്രമല്ല, ഇത് മിക്കവാറും ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് പിണറായി അല്ല എന്നും നരേന്ദ്രമോദിയാണ് ഇതിനുള്ള പണം എല്ലാം കൊടുത്തത്, അതുകൊണ്ട് നരേന്ദ്രമോദിയെ കൊണ്ട് തന്നെ ഈ ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്യിക്കണമെന്നും നമ്മുടെ പ്രശാന്ത് മലവയലും ഈ BJP നേതാക്കളും പറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പറയുന്നുണ്ടോ എന്ന് നമുക്ക് കേട്ടു നോക്കാം. നമ്മുടെ ബഷീറിൻ്റെ എട്ടുകാലി മമ്മൂഞ്ഞുമാർ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് പറയുകയാണ് കേട്ടോ, വിരോധം തോന്നരുത്. ആ ദുരിതബാധിതർക്ക്, ആ കഷ്ടപ്പെടുന്നവർക്ക്, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് സർക്കാരോ നല്ല മനുഷ്യരോ എല്ലാവരും ചേർന്ന് അവിടെ ഒരു വലിയ സംവിധാനം ഒരുക്കി അവർക്കൊരു സുരക്ഷിതത്വം കൊടുത്ത് ഭാവിയിലെ ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് അവർക്ക് കുറേ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി, അവർക്ക് ജീവിതമാർഗങ്ങൾ ഉണ്ടാക്കി, കൈപിടിച്ച് അവരെ ചേർത്ത് നിർത്താൻ പിണറായി അതിന് മുൻകൈ എടുത്തെങ്കിൽ അത് പിണറായി സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അതൊരു 4 മാസം 6 മാസം വൈകിപ്പോയി എന്നുള്ളതുകൊണ്ട് അതൊരു സത്യമാണ്
എന്നുള്ളത് നമുക്ക് ഈ നേർക്കാഴ്ചകൾ തരുന്ന ചിത്രമാണ്. അല്ലാതെ കടലാസിലോ അല്ലെങ്കിൽ വെറും സ്വപ്നത്തിലോ ഉള്ള വീടുകളല്ല എന്നുള്ളത് കൊണ്ടാണ് ഇവരിതെല്ലാം കാണാൻ വരുന്നത്. ജനം പല ഭാഗത്തു നിന്നും വന്ന് ഇത് സത്യം ബോധ്യപ്പെട്ടു തുടങ്ങിയതോടുകൂടെ ഒരു കാര്യം മനസ്സിലായി, ഈ സർക്കാർ ഇവരെ വഞ്ചിക്കുന്നില്ല എന്ന കാര്യം മനസ്സിലായി. എട്ടുകാരി മുമ്മൂഞ്ഞുമാർ വേഷം കെട്ടി വരുന്ന കാഴ്ച അതൊരു നാണക്കേടാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ പ്രശാന്ത് എന്താണെന്ന് പറയുന്നത് എന്നും കൂടെ കേട്ടിട്ട് നമുക്ക് വീഡിയോ തൽക്കാലം ഇവിടെ നിർത്താം. അതായത് പാവപ്പെട്ടവർക്കുള്ളതാണ്, ചൂരൽമല ദുരന്തബാധിതർക്കുള്ളതാണ്, അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ളതാണ്. എന്തൊക്കെയായി പ്രവർത്തനങ്ങൾ, എങ്ങനെയൊക്കെയാണ് ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടോ, അങ്ങനെ അതിൻ്റെ വസ്തുതകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്നുള്ളത് മാത്രമേ ഞങ്ങളുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശമുള്ളൂ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ അട്ടിപ്പേർ അവകാശം ഞങ്ങൾക്കാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഈ ദുരന്തബാധിതരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇതാരുടെയും അവകാശമല്ല, ഇത് ജനങ്ങൾക്ക് എന്നോ കിട്ടേണ്ടതാണ്. ഇത്രയും വൈകാൻ പാടില്ല. ഇപ്പോൾ വൈകിയതിനെ കുറിച്ചാണ് നമ്മൾ ശരിക്കും സംസാരിക്കേണ്ടത്. ഇത്രയും വൈകാൻ പാടില്ല. അവരെവിടെയാണ് കിടക്കുന്നത്, അവരെ ആരുടെയൊക്കെ കൂരകളിലാണ് അന്തി ഉറങ്ങുന്നത്, അവിടെ എന്തൊക്കെ സംവിധാനങ്ങളാണുള്ളത്, അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കുന്ന സ്ഥിതിവിശേഷമല്ലുള്ളത്. എന്നിട്ട് ഇതിൻ്റെ അട്ടിപ്പേറാവകാശം ഇത് ഞങ്ങളാണ്, ഞാനാണ്, നീയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല. ഇത് എത്രയും വേഗം ആ പാവങ്ങൾക്ക് തുറന്നു കൊടുക്കുക, അവർക്കതിൻ്റെ പുനരധിവസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കേന്ദ്രത്തിന് അങ്ങനെ അവഗണിക്കാൻ സാധിക്കുമോ? ഇവിടെ 529.50 കോടി രൂപ കൊടുത്തത് PDNA റിപ്പോർട്ടിന് ശേഷമാണ്. അതായത് നവംബർ മാസം 13-ാം തീയതിക്ക് ശേഷമാണ് ആ പണം കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം 260 കോടി രൂപ ജനങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 260 കോടിയും കൊടുത്തിട്ടുള്ളൂ. ഈ 530 കോടി രൂപ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ, ഇവിടുത്തെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടാണ്. അതിൽ ആദ്യത്തെ 111 കോടി രൂപ ഉപയോഗിക്കേണ്ടത് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ നിർമ്മാണ പ്രവൃത്തികൾക്കാണ്. ഇവിടുത്തെ റോഡിന് ആ ഫണ്ട് ഉപയോഗിക്കാം, ഇവിടുത്തെ വൈദ്യുതിക്ക് ആ ഫണ്ട് ഉപയോഗിക്കാം, ഇവിടെ സ്കൂൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ആ ഫണ്ട് ഉപയോഗിക്കാം. ഇങ്ങനെ കൃത്യമായി മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ടാണ് ശാസ്ത്രീയ ഫണ്ട് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ല എങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അതല്ല എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവോ പറയട്ടെ. അതിന് ഗണ്ണിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായി ഗണ്ണിച്ചു തരാം. ഇതൊക്കെ എന്നോ ഇത് ഓരോരുത്തർക്ക് താക്കോല് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഇതിൻ്റെ ഞങ്ങൾ സന്ദർശിക്കാൻ വൈകുന്നല്ല. ഇതെന്തിനാണ് സർക്കാർ ചെയ്യുന്ന ഒരു പ്രവൃത്തി, സർക്കാർ ഒരു സംവിധാനത്തെ ഏൽപ്പിച്ചിട്ടുള്ള സംവിധാനം, അത് വളരെ നന്നായിട്ട് പോകണ്ടേ? അത് നന്നായിട്ട് പോകുന്നത് കൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇതിൽ ആക്ഷേപമില്ലാത്തത്. ഇവിടെ നിർമ്മാണ പ്രവൃത്തിയിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചോളം ആക്ഷേപമില്ല. അത് വളരെ പെട്ടെന്ന് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഞങ്ങളെ സംബന്ധിച്ച് ആക്ഷേപമുള്ളൂ. ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളിലൊക്കെ പൂർത്തീകരിക്കട്ടെ, പ്രധാനമന്ത്രി വരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം എല്ലാ കാര്യങ്ങളിലും പ്രധാനമന്ത്രിയുടെ കയ്യൊപ്പ് ഇതിലൊക്കെ ചാർത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി വരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യവും ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. കേട്ടല്ലോ പ്രശാന്ത് മലവയലിൻ്റെ സങ്കടം കേട്ടല്ലോ. ഈ പദ്ധതിയെ പറ്റിയിട്ടോ അതിൻ്റെ ആ കൺസ്ട്രക്ഷനെ പറ്റിയിട്ടോ ഒന്നും മൂപ്പർക്ക് ഒരു തർക്കവുമില്ല. അതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അത് ആ ഫണ്ടൊക്കെ കൃത്യം കോടികളുടെ കണക്കൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. 118 കോടി ഇതിന് ഉപയോഗിക്കണം, മറ്റേ കോടി ഇതിന് ഉപയോഗിക്കണം, 590 കോടി ഇതിന് കൊടുത്തു, പിന്നെ 200 കോടി ഇതിന് കൊടുത്തു. ആ പണമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി കെട്ടിയിട്ട് അത് അയാളുടെ ആണെന്നുള്ള ഒരു വീരവാദം മുഴക്കുന്നു. കോൺഗ്രസ്സുകാരാണെങ്കിൽ കുറച്ച് മുമ്പേ അത് അവരുടെയാണ് 300 വീടെന്ന് പറയുന്നു. അതൊന്നും അല്ല, ഇതൊക്കെ നരേന്ദ്രമോദി കൊടുത്തതാണ് എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം താക്കോല് കൊടുക്കണം. ഇത് ലേറ്റായി പോയി എന്നുള്ളൊരു സങ്കടം മാത്രമാണ് അവർക്കുള്ളത്. എന്ന് മാത്രമല്ല, ഇത് നരേന്ദ്രമോദിയെ കൊണ്ട് തന്നെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക ചെയ്യണമെന്നാണ് ഈ പുതിയ 8കാലി മമ്മൂഞ്ഞ് വേഷം കെട്ടി വന്ന ഈ BJP നേതാവും പറയുന്നത്. ഈ കഷ്ടപ്പെട്ട് വീടൊക്കെ പണിത പിണറായി വീണ്ടും സ്വാഹ എന്ന് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.